ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും രാവിലെ തന്നെ റെഡി ആയിട്ട് എങ്ങോട്ടാണെന്നല്ലേ, അപ്പോൾ അതൊക്കെ പറയാം. അപ്പോൾ എൻ്റെ ബാക്കിൽ നിൽക്കുന്നതാണ് നമ്മുടെ ചെക്കൻ, കല്യാണ ചെക്കൻ. അതുപോലെ തന്നെ ശ്യാമുണ്ട്. ഞങ്ങളെല്ലാവരും ഫാമിലി ആയിട്ട് കല്യാണ ഡ്രസ്സ് എടുക്കാൻ പോവാണ്. അപ്പോൾ ഉണ്ണിയുടെ കല്യാണത്തിൻ്റെ പർച്ചേസിന് വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ മോർണിംഗ് തന്നെ എല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങിട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് കുത്താമ്പള്ളിയിലേക്കാണ്. അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണത്തിനുള്ള ഡ്രസ്സൊക്കെ എടുത്തത് കുത്താമ്പള്ളിയിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഇതിനും ഞങ്ങൾ പതിവ് എത്തിക്കുന്നില്ല, നമ്മൾ കുത്താമ്പള്ളിയിൽ നിന്ന് തന്നെയാണ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പക്ഷെ ഒരു ചെറിയ വ്യത്യാസം എന്തെന്നാൽ നമ്മൾ ഈ പ്രാവശ്യം പോകുന്നത് ട്രെയിനാണ്. ബാക്കി 2 പ്രാവശ്യവും നമ്മൾ ട്രാവലറൊക്കെ വിളിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം വിചാരിച്ചു നമുക്ക് ട്രെയിന് പോവാമെന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ മോർണിംഗ് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അപ്പോൾ ആലുവയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഒറ്റപ്പാലത്തേക്കാട്ടോ. അപ്പോൾ ഒറ്റപ്പാലത്തു നിന്നാണ് നമ്മൾ നേരെ കുത്താമ്പള്ളിക്ക് പോകുന്നത്. അപ്പോൾ മോർണിംഗ് തന്നെ ഇറങ്ങിയോണ്ട് നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ചെറിയ സ്നാക്സ് ഒക്കെ വാങ്ങി കഴിച്ചിട്ട് നേരെ ട്രെയിനിൽ കയറി. അപ്പോൾ രാവിലെ 7:53 ട്രെയിനാട്ടോ. അപ്പോൾ ധൻബാദ് എക്സ്പ്രസ്സിലാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും, രമ്യയുണ്ട്, രമ്യയുടെ അമ്മയും രമ്യയുടെ ആൻറ്റിയുടെ മോളും പിന്നെ നമ്മൾ എല്ലാവരും ഫാമിലി ആയിട്ട് ആണ് പോകുന്നത്. അപ്പം അമ്മയും ഉണ്ണിക്കണ്ണന്മാരും അമ്മും ശ്യാമും ഞാനും അച്ചും ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ട്രെയിനിലിരിക്കുമ്പോൾ കുറേ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടോട്ടോ. അതിലൊന്നാണ് ഈ ഒരു ഉത്രാളിക്കാവിൻ്റെ മനോഹരമായിട്ടുള്ള വ്യൂ. അപ്പോൾ തൃശ്ശൂർ ആ ഒരു സൈഡിലേക്കൊക്കെ ട്രെയിന് പോകുന്നവർക്ക് അറിയായിരിക്കും, അവിടത്തേക്കൊരു വ്യൂ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ്. ഫുൾ പാടങ്ങളും അതുപോലെ തന്നെ തെങ്ങിൻ തോപ്പുകളൊക്കെ ആയിട്ടുള്ള നൈസായിട്ടുള്ളൊരു വ്യൂ ആണ്. അപ്പോൾ ഉത്രാളിക്കാവിൻ്റെ ആ ഒരു വ്യൂ വന്നപ്പോൾ അവിടെ കുറേ പേര് ഫോട്ടോഷൂട്ടിനൊക്കെ വേണ്ടിയിട്ട് നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഒരു മനോഹരമായിട്ടുള്ള വ്യൂ കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം 2 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അപ്പോൾ പാലക്കാട് നമ്മളെത്തി. അപ്പോൾ ഇനി നമുക്ക് നേരെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഫുഡ് കഴിക്കലാണ്. നമ്മൾ 8 മണിയൊക്കെ ആയപ്പോൾ കയറിയെങ്കിലും നമ്മൾ ഇവിടെ എത്തിയപ്പോൾ 10 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് വിശന്ന് കണ്ണു കാണാൻ പറ്റാത്ത അവസ്ഥയായിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന് തന്നെയാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ശ്യാമിന് ഇഷ്ടപ്പെട്ട ഇഡ്ഡലി സാമ്പാറാണ്. അപ്പോൾ രമ്യയുടെ അമ്മ ഫുഡൊക്കെ ഉണ്ടാക്കി, മോർണിംഗ് ഉള്ള ഫുഡൊക്കെ രമ്യയുടെ അമ്മ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ലഞ്ചിനുള്ളത് സുധാമ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇഡ്ഡലി സാമ്പാറൊക്കെ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നാണ് കഴിക്കുന്നത്. അപ്പോൾ ഈ ഒരു റെയിൽവേ സ്റ്റേഷനെ പറ്റിയിട്ട് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുണ്ട്. കാരണം ഇത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. കാരണം അത്ര വൃത്തിയാണ്, ഒരു ചെറിയ പേപ്പറോ ഒന്നുമില്ല, അത്രയും ക്ലീൻ ആയിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ് ഈ ഒരു ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് വളരെ കംഫർട്ടായിട്ടിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു സ്പേസ് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ തൊട്ടടുത്ത് തന്നെയാണ് ബസ് സ്റ്റോപ്പ്. ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 2 മിനിറ്റ് നടക്കാൻ മാത്രമേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ എത്തുന്നതിന് മുന്നേ ആയിട്ട് ഒരു ചെറിയ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചായയും കുടിച്ചിട്ട് നമ്മൾ നേരെ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ട് ബസ് കയറി. അപ്പോൾ ഒറ്റപ്പാലത്ത് നിന്ന് കുത്താമ്പള്ളിയിലേക്ക് പോകാനുള്ള ബസ്സിലാണ് കയറുന്നത് കേട്ടോ. അപ്പോൾ ഒറ്റപ്പാലത്ത് നിന്ന് ഏകദേശം ഒരു 30 മിനിറ്റ് ട്രാവലാണ് ഈ ഒരു കുത്താമ്പള്ളി ഗ്രാമത്തിലേക്കുള്ളത്. അപ്പോൾ കുത്താമ്പള്ളിയിലെ വിശേഷങ്ങളും എല്ലാം ഞാൻ 2 വ്ളോഗിലായിട്ട് ഇട്ടിട്ടുണ്ട്. കാരണം ഇതിനു മുൻപൊക്കെ നമ്മൾ ഷോപ്പ് ചെയ്തതെല്ലാം കുത്താമ്പള്ളിയിൽ നിന്ന് തന്നെയായിരുന്നു. അതുകൊണ്ട് ഇതിനു മുൻപുള്ള വ്ളോഗ്സൊക്കെ കാണാത്തവർക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിനകത്ത് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ കാണാത്തവരെന്തായാലും കയറി നോക്കണേ. അപ്പോൾ കുത്താമ്പള്ളി എന്ന് പറയുന്നത് ഒരു നെയ്ത്ത് ഗ്രാമമാണ്. ഒരുപാട് ആൾക്കാർ അവിടെ ഡ്രസ്സൊക്കെ നെയ്ത് അവരുടേതായ രീതിയിലുള്ളൊരു ഗ്രാമമാണ് കുത്താമ്പള്ളി. വളരെ മനോഹരമായിട്ടുള്ളൊരു ഗ്രാമമാട്ടോ. അപ്പോൾ പാലക്കാട് ജില്ലയിലാണ് ശരിക്കും ഈ ഒരു ഒറ്റപ്പാലം വരുന്നത്. പക്ഷെ കുത്താമ്പള്ളി എന്ന് പറയുന്നത് തൃശ്ശൂർ പാലക്കാട് ബോർഡർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ബസ്സിലിരുന്നപ്പോൾ ഉള്ളൊരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ചകളാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കുത്താമ്പള്ളി വില്ലേജിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കുത്താമ്പള്ളിയിൽ പോയിട്ടുള്ളവർക്കറിയാം, പോകുന്ന വഴിയെല്ലാം ഒരുപാട് ഷോപ്സ് ഉണ്ട്.
അപ്പോൾ നമ്മൾ റീലുകളിലും എല്ലാം കണ്ടിട്ടുള്ള AR ഹാൻഡ്ലൂംസ് ആണ് ഈ ഒരു കാണുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് AR ഹാൻഡ്ലൂംസിൽ കയറാത്തതെന്ന് വെച്ചാൽ അവിടെ വരുമ്പോൾ എപ്പോഴും നല്ല തിരക്കായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ വളരെ കുറഞ്ഞ ടൈമിൽ ഷോപ്പ് ചെയ്ത് വരണമെന്നുള്ള കാരണത്തിൽക്കൊണ്ട് നമ്മൾ വിചാരിച്ചു ഈ ഒരു കുത്താമ്പള്ളി ഗ്രാമത്തിൽ ഒരുപാട് ഷോപ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എവിടെ ചെന്നാലും നമുക്ക് നല്ല നല്ല ഡ്രസ്സുകൾ വാങ്ങാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ വിചാരിച്ചു കുറച്ചും കൂടി തിരക്ക് കുറഞ്ഞ എന്നാൽ നല്ല ക്വാളിറ്റി ഡ്രസ്സുകളൊക്കെ കിട്ടുന്ന ഷോപ്സിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചാണ് നമ്മൾ 2 കല്യാണത്തിന് നമ്മൾ ഈ ഒരു ശിവറാം ടെക്സ്റ്റൈൽസിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കുത്താമ്പള്ളി ഗ്രാമത്തിൻ്റെ ഏറ്റവും എൻഡിലായിട്ടാണ് ഈ ഒരു ശിവറാം ടെക്സ്റ്റൈൽസ് വരുന്നത്. ഈ ഒരു ശിവറാം ടെക്സ്റ്റൈൽസ് കഴിയുമ്പോൾ തന്നെയാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ശിവറാം ടെക്സ്റ്റൈൽസിൻ്റെ മുന്നിൽ തന്നെ ഈ ഒരു ചേട്ടന്മാർ നമുക്ക് ബസ്സൊക്കെ നിർത്തി തന്നു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ പോകുന്നത് വെഡ്ഡിങ് സാരി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു 12 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് ഈ ഒരു ബസ് എന്ന് പറയുന്നത് 2:20-നാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ടൈം എന്ന് പറയുന്നത് വളരെ കുറവാണ്. ആകെ 2.5 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഷോപ്പ് ചെയ്ത് തീരണം. നമ്മൾ ഇത്രയും കുറവ് ടൈമിൽ ഷോപ്പ് ചെയ്തത് ആദ്യമായിട്ടാട്ടോ. കാരണം ബാക്കി 2 കല്യാണത്തിന് വന്നപ്പോഴും നമ്മൾ വളരെ എന്താ പറയുക കുറേ ടൈമൊക്കെ എടുത്തിട്ടാണ് ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ഇതിന് വന്നപ്പോൾ നമുക്ക് ടൈം വളരെ കുറവായിരുന്നു. പക്ഷെ നമ്മൾ ആ ഒരു ടൈം വെച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ലാസ്റ്റ് മാരേജിൻ്റെ ഇതിൽ വന്നപ്പോഴാണ് നമ്മൾ ബാക്കിയുള്ള ഇതിനൊക്കെ നമ്മൾ കുറേ ടൈമൊക്കെ നമ്മൾ ഡ്രസ്സ് നോക്കിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിന് വന്നപ്പോൾ നമുക്ക് ആ ഒരു ബസ്സും ട്രെയിനിൻ്റെ ടൈം അറിയണോണ്ട് എല്ലാവരും തന്നെ വളരെ ഫാസ്റ്റായിട്ട് ഓരോ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് തന്നെയാണ് തോന്നിയത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് കല്യാണ പെണ്ണിനുള്ള പുടവ എടുക്കലാണ്. അപ്പോൾ നമുക്ക് അതാണല്ലോ മെയിൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബാക്കി ഷോപ്പിംഗ് ഒക്കെ വരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് കല്യാണ സാരി ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട മോഡലൊക്കെ നോക്കി ഓരോന്നൊക്കെ കയ്യിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രമ്യക്ക് ഇഷ്ടപ്പെട്ട സാരിയാണല്ലോ മെയിനായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറേ സാരികളും എല്ലാവരും ഓരോരോ സാരിയായിട്ട് കൈ പിടിച്ചിട്ട് അതൊക്കെ വെച്ച് നോക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ സാരിയുടെ. പേസ്റ്റൽ കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ ഡാർക്ക് കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ കാഞ്ചീപുരം സാരീസും അങ്ങനെ പല മോഡൽസ് ആയിട്ട് ഒരുപാട് സാരിയുടെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി കാര്യമായിട്ടുള്ള കല്യാണ സാരി എടുക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ബാക്കി 2 കല്യാണത്തിന് നമ്മൾ വന്നപ്പോൾ എടുത്തത് കൂടുതലും കാഞ്ചീപുരം സാരിയിൽ ടിഷ്യൂ സിൽക്സിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെയും കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചിമാർ ആ സെയിം മോഡലിൽ വരുന്ന കളേഴ്സ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ശിവറാം ടെക്സ്റ്റൈൽസിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ചേച്ചിമാരുടെ ആ ഒരു കസ്റ്റമർ സർവീസ് തന്നെയാണ്. കാരണം വളരെ നമ്മളോട് വളരെ സ്നേഹമായിട്ട് നമ്മുടെ കൂടെ അവർ എല്ലാത്തിലും വളരെ ക്ഷമയോടുകൂടിയൊക്കെ നിൽക്കുകയും എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരികയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ 3 സാരി നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രമ്യയുടെ ഇഷ്ടത്തോടു കൂടിയാണ് ഈ ഒരു 3 സാരി സെലക്ട് ചെയ്തത്. അപ്പോൾ അതിൽ ഫസ്റ്റ് സാരി ഇവിടെ ഉടുപ്പിച്ച് നോക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ചേച്ചിമാർ എത്ര ഫാസ്റ്റായിട്ടാണെന്ന് അറിയാം ഒരു സാരി ഉടുക്കുന്നത്. ഞാനൊക്കെ ഒരു സാരി ഉടുക്കാൻ പെട്ട പാടെ എനിക്കേ അറിയുള്ളൂ. എന്നിട്ട് പോലും എനിക്ക് ആ ഒരു പ്ലീറ്റ്സ് ഒന്നും കറക്റ്റായിട്ട് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഇവർ എത്ര ഫാസ്റ്റായിട്ട് ആ ഓരോ സാരിയും അവർ ഉടുപ്പിച്ച് നോക്കുന്നതെന്നറിയാം. അപ്പോൾ നമുക്ക് ശരിക്കും അത്ഭുതം തോന്നും. അപ്പോൾ എല്ലാവരും ആ ചേച്ചിമാർ ഉടുക്കുന്ന ഇത് നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സാരി. അപ്പോൾ അവർ അതിനൊപ്പം ഓർണമെൻറ്റ്സ് സെറ്റ് ചെയ്ത് നമ്മളെ കാണിച്ചു തരും കേട്ടോ. എന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമുക്ക് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ 3 സാരി ഇഷ്ടപ്പെട്ടത് ഇവർ നമുക്ക് ട്രയൽ ചെയ്ത് കാണിച്ചു തരും. അപ്പോൾ ഫസ്റ്റ് സാരി എന്ന് പറയുന്നത് ഈ ഒരു ചില്ലി റെഡിൽ വരുന്ന സാരിയാണ്. അപ്പോൾ ഇത് നമ്മൾ ഉടുത്ത് നോക്കിയിട്ട് ഇനി നമുക്ക് നെക്സ്റ്റ് സാരി നോക്കാം. നെക്സ്റ്റ് സാരി എന്ന് പറയുന്നത്
കാഞ്ചീപുരം ടിഷ്യൂ സിൽക്സിൽ വരുന്ന സാരിയാണ്. അപ്പോൾ ഇതിൻ്റെ ബോർഡർ വരുന്നത് ഈ ഒരു പിങ്ക് ബോർഡറാട്ടോ. അപ്പോൾ അതാണ് സെക്കൻഡ് സാരി ആയിട്ട് നമ്മൾ ഉടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ തന്നെ വേറെ കളർ കോമ്പിനേഷനാണ് എനിക്കും അമ്മൂനും എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതും ഇവിടെ നിന്ന് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാഞ്ചീപുരം ടിഷ്യൂ സിൽക്സിൽ വരുന്ന ഒരുപാട് സാരിയുടെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അതും പല പല വെറൈറ്റി കളേഴ്സായിട്ട് നമുക്ക് ഇവിടെ വരുമ്പോൾ കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ ഈ ഒരു പിങ്ക് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം അത് ഉടുത്തിട്ടും നല്ല രസമായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ തേർഡായിട്ട് ഉടുത്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ തന്നെ വേറെ ടിഷ്യൂ സിൽക്സിൽ വരുന്ന ബോർഡർ മാത്രം ചേഞ്ച് ആയിട്ടുള്ള സാരിയാണ്. അപ്പോൾ ഇത് വരുന്നത് ഒരു ബ്രൗൺ ബോർഡറാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ 3 സാരിയും ഉടുത്ത് നോക്കിയിട്ട് രമ്യക്ക് ഇഷ്ടപ്പെട്ട സാരി നമ്മൾ ഫൈനലൈസ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഉടുത്ത് നോക്കി എല്ലാവരും അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ സാരിയൊക്കെ നമ്മൾ ഫിക്സ് ചെയ്തു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് രമ്യക്ക് പുടവ എടുക്കലാണ്. അപ്പോൾ അങ്ങനെ രമ്യയുടെ പുടവയൊക്കെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളെല്ലാവരും ഫാസ്റ്റായിട്ടൊരു ഓട്ടപ്പാച്ചിൽ തന്നെയായിരുന്നു കേട്ടോ. കാരണം എനിക്കെടുക്കണം, അമ്മൂനെടുക്കണം, അമ്മയ്ക്കെടുക്കണം, പിന്നെ ആൻറ്റിമാർക്ക്, അങ്ങനെ നമ്മൾ ഒരു ഓട്ടപ്പാച്ചിൽ തന്നെയായിരുന്നു എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാനുള്ള ധൃതിയിൽ കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ഇവിടെ കുറേ കളക്ഷൻസ് ഉണ്ട് സാരിയുടെ. അപ്പോൾ ഈ ഒരു 3rd ഫ്ലോറിലാണ് നമ്മുടെ ഈ ഒരു കല്യാണ സാരിയുടെ കളക്ഷൻസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഫുൾ സെറ്റ് മുണ്ടുകളുടെ കളക്ഷൻസ് ആണ്. അപ്പോൾ കുറേ വെറൈറ്റി സെറ്റ് മുണ്ടുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓണത്തിന് മുൻപ് നമ്മളിവിടെ വന്നിരുന്നെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ കുറേ സെറ്റുകൾ കിട്ടിയേനെ. പക്ഷെ ഓണമൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ എന്നാലും ഒരുപാട് വെറൈറ്റി സെറ്റുകൾ ഉണ്ട് കേട്ടോ. ഞാൻ ഓണത്തിൻ്റെ ടൈമിൽ ഏറ്റവും കൂടുതൽ അന്വേഷിച്ച് നടന്നിരുന്ന ഒരു സെറ്റാണ് പുളിയിലക്കര മുണ്ട്. അപ്പോൾ ബാക്കി ഷോപ്സുകളിലൊക്കെ ഈ ഒരു പുളിയിലക്കര മുണ്ട് എൻ്റെ പല കളേഴ്സ് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അവിടെ എപ്പോഴും ബ്ലാക്കും റെഡും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷെ ഇവിടെ വന്നപ്പോൾ പുളിയിലക്കരയുടെ ഇഷ്ടം പോലെ കളേഴ്സാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ സെറ്റ് സാരികളുടെയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഈ കാണുന്നതെല്ലാം സെറ്റ് സാരികളാണ്. സെറ്റ് സാരികളുടെ സ്റ്റാർട്ടിങ് വരുന്നത് 350 മുതലാട്ടോ. 350 മുതൽ അങ്ങോട്ട് നല്ല അടിപൊളി വെറൈറ്റി കളക്ഷനാണ് ഈ ഒരു സെറ്റ് സാരികൾക്കുള്ളത്. അപ്പോൾ ഓരോ ഫങ്ഷൻസിനൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള മനോഹരമായിട്ടുള്ള പ്രിൻ്റഡ് ആയിട്ടുള്ള സെറ്റ് സാരികളും ഉണ്ട്. അപ്പോൾ കണ്ടില്ല എന്ത് ഭംഗിയാ നോക്കൂ, എത്ര വെറൈറ്റി സെറ്റ് സാരികളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യാൻ, ഓണമൊക്കെ കഴിഞ്ഞു പോയില്ല, അല്ലെങ്കിൽ നമുക്ക് ഈ സാരിയൊക്കെ കൊടുത്ത് കുറച്ച് അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് നെക്സ്റ്റ് ടൈം വരാം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സെറ്റ് സാരിയുടെ കളക്ഷൻസ്. അപ്പോൾ സെറ്റ് സാരിയൊക്കെ ആവശ്യമുള്ളവർക്കൊക്കെ ഈ ഒരു ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഓഫ് സെറ്റ് സാരികളുടെയൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. അങ്ങനെ നമ്മൾ കുറച്ച് സെറ്റ് സാരികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ എന്താ പറയുക, കസിൻസിനും അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സെറ്റ് സാരികളാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ സെറ്റ് മുണ്ടിൻ്റെ സെക്ഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോറിലായിട്ടാണ് സെറ്റ് മുണ്ട്, സെറ്റ് സാരികൾ, കല്യാണ സാരികളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഓടി നടന്ന് ഓരോ ഫ്ലോറിൽ നിന്ന് സാരികൾ നോക്കുമായിരുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കയറി ഇറങ്ങൽ തന്നെയാണ് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് തോന്നിയത്. കാരണം ഒരു ഫ്ലോറിൽ നിന്ന് ആ സാരി നോക്കിയിട്ട് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടുത്ത ഫ്ലോറിൽ പോവുക, അങ്ങനെ 3 ഫ്ലോറും ഓടി ഓടി നടന്നാണ് നമ്മൾ സാരികൾ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടുത്തെ പുറത്തെ വ്യൂ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് നോക്കിയതാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാരതപ്പുഴയുടെ ഒരു ചെറിയൊരു വ്യൂ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ഷോപ്പിൽ നമുക്ക് കൂടുതൽ കല്യാണ സാരികളാണുള്ളത്. ഇത് കൂടാതെ നോർമൽ സാരിയുടെയൊക്കെ കളക്ഷൻസ് ഇവരുടെ തന്നെ വേറൊരു ഷോപ്പ് തൊട്ടടുത്തായിട്ടുണ്ട്. ഇത് കൂടാതെ ഇവരുടെ കൈത്തറിയാണ് ഈ ഒരു ഓപ്പോസിറ്റായിട്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഇവർ ഡ്രസ്സൊക്കെ നെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും.
അങ്ങനെ നമ്മൾ ആ ഒരു ഷോപ്പിൽ പോയിട്ട് നമ്മൾ കുറച്ച് ഡെയിലി യൂസിനൊക്കെ പറ്റിയിട്ടുള്ള സാരികളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് 1000 ബിലോ സാരീസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ സാരിയൊക്കെ നോക്കി നിന്നപ്പോൾ അത് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വന്ന ടൈമിൽ മഴയൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും ഒരു ഉച്ചയ്ക്ക് ആയപ്പോഴേക്കും ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ മഴയൊക്കെ കിട്ടാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ മഴയുടെ ഒരു വ്യൂ ഒക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഈ ഒരു ഏരിയയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു കുത്താമ്പള്ളിയിലെ ഈ ഒരു നെയ്ത്ത് ഗ്രാമങ്ങൾ കാണാൻ പറ്റും കേട്ടോ. ഇവിടുത്തെ എല്ലാ വീടുകളിലും നെയ്ത്ത് ശാലകളുണ്ട്. അവർ സ്വന്തമായിട്ട് നെയ്തെടുക്കുന്നതൊക്കെ നമുക്ക് ഓരോ വീടുകളിലും ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് എനിക്കും അമ്മൂനും അമ്മയ്ക്കൊക്കെ ഉള്ള സാരി നോക്കലായിരുന്നു. അപ്പോൾ നമ്മളിവിടെ കുറേ നൈസ് സാരികളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഏത് സാരി കണ്ടാലും ഇഷ്ടപ്പെടും, അത്രയും മനോഹരമായിട്ടുള്ള നല്ല കുറേ വെറൈറ്റി സാരികൾ ഉണ്ടായിരുന്നു. ഇതുകൂടാതെ നമ്മൾ കസിൻസിനൊക്കെ വേണ്ടിയിട്ടുള്ള സാരികളും എല്ലാം നമ്മൾ ചടപടാന്ന് നമ്മൾ പെട്ടെന്ന് എല്ലാം നോക്കിയെടുക്കുമായിരുന്നു. കാരണം നമുക്ക് 2 മണിക്ക് മുന്നേ ഫുൾ ഷോപ്പിംഗ് തീർക്കണമല്ലോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സാരി എല്ലാം പെട്ടെന്ന് എടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും ദൂരം വന്നിട്ട് ഡ്രസ്സ് എടുത്തേ എന്ന് ചിലരെങ്കിലും ചിന്തിച്ച് കാണാം. കാരണം നമ്മൾ അവിടത്തേക്ക് ഷോപ്പിൽ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ഡ്രസ്സിൻ്റെ ക്വാളിറ്റി തന്നെയാണ് പ്രധാനമായിട്ട് നമ്മളെ ഇങ്ങോട്ട് വരാനായിട്ടുള്ള മെയിൻ കാരണം. ഇത് മാത്രമല്ല, ഇവിടുത്തെ റേറ്റും ബാക്കിയുള്ള ഷോപ്സിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെ കുറവായിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു കുത്താമ്പള്ളി ഷോപ്സിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞ് ഒരു ചെറിയ ടൈം കിട്ടിയപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു കുത്താമ്പള്ളി ഗ്രാമം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇവരുടെ ഈ ഒരു ഗ്രാമത്തിന് നടുവിലായിട്ട് ഇവരുടെ ഒരു ക്ഷേത്രമുണ്ട്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള കല്ലുകൾ കൊണ്ടൊക്കെ നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്രമാണ്. അതിന് സമീപത്തായിട്ട് ഈ ഒരു പുഴ കാണാൻ പറ്റും. ഭാരതപ്പുഴയുടെ ഒരു ചെറിയ ഭാഗമാണ് കാണുന്നത്. അങ്ങനെ നമ്മൾ പർച്ചേസൊക്കെ കഴിഞ്ഞ് എല്ലാവരും ടയേർഡായി. രാവിലെ വന്ന് എല്ലാവരും ടയേർഡായി, ആകെ വിയർത്ത് കുളിച്ച് എന്താ പറയുക, ഫുൾ ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയുണ്ട് ഇവിടുത്തെ എക്സ്പീരിയൻസ്? ഇവിടുത്തെ ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടാ? അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ മേടിച്ചിട്ട് തിരിച്ചു പോവാണ്. കറക്റ്റ് 2:20 തന്നെ ബസ്സൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ കറക്റ്റ് 2:20 തന്നെ എല്ലാവരുടെയും ഷോപ്പിങ്ങും കഴിഞ്ഞു, ബില്ലൊക്കെ ചെയ്ത് നമ്മൾ ഡ്രസ്സൊക്കെ ആയിട്ട് പുറത്തിറങ്ങി നിന്നോട്ടോ. അപ്പോൾ ഇത്രയും ഫാസ്റ്റായിട്ട് ഷോപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലായി. കാരണം ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ 12 മണി ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു 2 മണിക്കൂർ ഷോപ്പിങ്ങിലാണ് നമ്മൾ ഈ ഒരു വെഡ്ഡിങ് സാരിയും ബാക്കിയുള്ള സാരികളെല്ലാം എടുത്ത് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇത്രയും ചെറിയ ടൈം ഗ്യാപ്പിനുള്ളിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ കേട്ടോ. അങ്ങനെ നമ്മൾ ബസ്സൊക്കെ കയറിയിട്ട് നേരെ ഒറ്റപ്പാലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഒറ്റപ്പാലത്ത് നിന്ന് നമ്മുടെ ട്രെയിൻ 4:30-ക്കാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ നമ്മൾ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ വിചാരിച്ചു റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് നമ്മൾ കഴിച്ച സെയിം പ്ലേസിൽ തന്നെ ഇരുന്ന് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2:20 ബസ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് 3 മണിയാകുമ്പോൾ നമുക്ക് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ പറ്റും. അപ്പോൾ അവിടെ വെച്ചിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലഞ്ചിനുള്ള ഫുഡൊക്കെ സുധാമ രാവിലെ തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച് അവിടെ ഇരുന്ന് വളരെ റിലാക്സായി. ഇനിയിപ്പോൾ ടെൻഷനൊന്നുമില്ല, ട്രെയിൻ 4:30-ക്കാണ്. അപ്പോൾ നമുക്ക് കുറേ ടൈമുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ഈ ഒരു റെയിൽവേ ക്രോസിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന് സമീപത്തായിട്ട് കുറേ വയലുകളുണ്ട്. അപ്പോൾ നല്ല ഭംഗിയാണ് ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊരു മഴ പെയ്തെങ്കിലും പിന്നെ അങ്ങോട്ട് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നല്ല മനോഹരമായിട്ടുള്ള വ്യൂ ആണ്. ഈ ഒരു കുത്താമ്പള്ളി, പാലക്കാട്, തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത്
ഇവിടുത്തെ ഈ ഒരു മനോഹരമായിട്ടുള്ള ഭൂപ്രകൃതി തന്നെയാണ് കേട്ടോ. കാരണം ഈ ഒരു വയലുകളും അതുപോലെ തന്നെ തെങ്ങും തോപ്പുകളും എല്ലാം വളരെ മനോഹരമാണ്. എന്താ പറയുക, ഈ ഒരു വഴിയൊക്കെ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ തോന്നും നമ്മുടെ കേരളത്തിൽ ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടോ എന്ന് തോന്നിപ്പോവും. അത്രയും രസമായിട്ടുള്ള വ്യൂ ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം 4:30ക്കാണ് നമ്മുടെ ട്രെയിൻ, പാലരുവി എക്സ്പ്രസ്. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി. എല്ലാവരും നല്ല രീതിയിൽ ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കുറേ സ്നാക്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ട്രെയിനിൽ ഇരുന്നിട്ട് മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഈ സ്നാക്സ് ഫുള്ള് കഴിച്ച് തീർക്കില്ല. നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചെങ്കിലും ട്രെയിനിൽ കയറി കഴിയുമ്പോൾ എന്താണെന്നറിയില്ല, ഒരു പ്രത്യേകമായിട്ടുള്ള വിശപ്പ് വരും. അത് എവിടെ നിന്നാന്ന് മാത്രമേ അറിഞ്ഞൂടാ. അപ്പോൾ എല്ലാവരും കുറേ സ്നാക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും ഫ്രൂട്ട്സും എല്ലാം നമ്മൾ ട്രെയിനിൽ നിന്ന് തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. അതുപോലെ തന്നെ എന്താ ഒരുപാട് എല്ലാവരും 2 ഫാമിലീസിൻ്റെ ഒരു ഒത്തുചേരൽ തന്നെയാണ് ഈ ഒരു കല്യാണം എന്ന് പറയുന്നത്. അത് നമുക്ക് വളരെയധികം ഫീൽ ചെയ്തു കേട്ടോ. കാരണം 2 ഫാമിലീസും വളരെ ഹാപ്പി ആയിട്ട് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് കാണുമ്പോൾ അതൊരു സന്തോഷം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്.